പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ വിക്ടേഴ്സ് ചാനൽ ക്ലാസ്സിൽ സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന പാഠഭാഗത്തിലെ ചില പ്രധാന ആശയങ്ങൾ നാം മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഒരു തവണ കൂടി ഓർമ്മിപ്പിക്കാനാണ് ടീച്ചർ ഇവിടെ ശ്രമിക്കുന്നത്. ആദ്യമായി നാം പഠിച്ചത് ത്രികോണ സംഖ്യകളെക്കുറിച്ചാണ്. നമ്പേഴ്സ് അഥവാ ത്രികോണ സംഖ്യകൾ. ത്രികോണാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ത്രികോണ സംഖ്യകൾ. ചിത്രത്തിൽ നോക്കൂ, 1, 3, 6 തുടങ്ങിയ സംഖ്യകളാണ് ത്രികോണ സംഖ്യകൾ. ഇവയെ ത്രികോണാകൃതിയിൽ അടുക്കി വയ്ക്കാൻ കഴിയുന്നതാണ്. 3 പൊട്ടുകളെ ത്രികോണാകൃതിയിൽ അടുക്കി വെച്ചത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതേപോലെ 6 പൊട്ടുകളെയും ത്രികോണാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇത്തരത്തിൽ ത്രികോണാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ത്രികോണ സംഖ്യകൾ. The numbers which can be arranged in a triangle are called triangular numbers. ഇനി ഈ സംഖ്യകളുടെ പ്രത്യേകതകൾ ശ്രദ്ധിക്കാം. 1, 3, 6, 10 തുടങ്ങിയവയാണ് ത്രികോണ സംഖ്യകൾ എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്ത ത്രികോണ സംഖ്യ ഏതാണ്? 15 ആണ്. എങ്ങനെയാണ് ഈ ത്രികോണ സംഖ്യകൾ കണ്ടുപിടിക്കാൻ കഴിയുക? നോക്കാം. 1ഉം 2ഉം കൂട്ടിയാൽ 3 ആണ്. 1ഉം 2ഉം 3ഉം കൂട്ടിയാൽ 6 ആണ്. ഇവിടെ 3, 6 എന്നിവ ത്രികോണ സംഖ്യകളാണ്. 1, 2, 3 എന്നിവ എണ്ണൽ സംഖ്യകളാണ്. അടുത്ത 4 എണ്ണൽ സംഖ്യകളുടെ തുക നോക്കൂ. 1 + 2 + 3 + 4 10 ആണ്. 10 ഒരു ത്രികോണ സംഖ്യയാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഒരു ത്രികോണ സംഖ്യയായി വരുന്നത്. ആദ്യത്തെ 2 എണ്ണൽ സംഖ്യകളുടെ തുക രണ്ടാമത്തെ ത്രികോണ സംഖ്യയാണ്. ആദ്യത്തെ 3 എണ്ണൽ സംഖ്യകളുടെ തുക മൂന്നാമത്തെ ത്രികോണ സംഖ്യയാണ്. ആദ്യത്തെ 4 എണ്ണൽ സംഖ്യകളുടെ തുക നാലാമത്തെ ത്രികോണ സംഖ്യയായ 10 ആണ്. That is, the sum of consecutive natural numbers starting from 1 will always be a triangular number. 1 മുതൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു ത്രികോണ സംഖ്യയായിരിക്കും. എങ്കിൽ 1 മുതൽ തുടർച്ചയായ 100 എണ്ണൽ സംഖ്യകളുടെ തുക എത്രാമത്തെ ത്രികോണ സംഖ്യയായിരിക്കും? ഗുഡ്, 100ാമത്തെ ത്രികോണ സംഖ്യയായിരിക്കും. ത്രികോണ സംഖ്യകളും എണ്ണൽ സംഖ്യകളും തമ്മിലുള്ള ബന്ധം പിടികിട്ടിയോ? ഗുഡ്. പിന്നീട് നാം ചർച്ച ചെയ്തത് സ്ക്വയർ നമ്പേഴ്സിനെ കുറിച്ചാണ്. സാറ് സ്ക്വയർ നമ്പേഴ്സ് ഏതൊക്കെയാണെന്നും എങ്ങനെ സ്ക്വയർ നമ്പേഴ്സ് കണ്ടെത്താമെന്നും വിശദമായി ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. നോക്കൂ, 1, 4, 9, 16 എന്നീ സംഖ്യകളെ സമചതുരാകൃതിയിൽ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കൂ, ക്രമീകരിച്ചിരിക്കുന്നത് നോക്കൂ. 4 പൊട്ടുകളെ സമചതുരാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. പിന്നീട് 9 പൊട്ടുകളെ സമചതുരാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. പിന്നീട് 16 പൊട്ടുകളെയും സമചതുരാകൃതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. ഇത്തരത്തിൽ സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് സമചതുര സംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സ്. That is, 1, 4, 9, 16 are the squares of natural numbers. They are called perfect squares. Perfect squares എന്നാൽ പൂർണ്ണവർഗ സംഖ്യകൾ എന്നർത്ഥം. പൂർണ്ണവർഗ സംഖ്യകൾ എപ്പോഴും ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമായ സംഖ്യയായിരിക്കും. എണ്ണൽ സംഖ്യയുടെ വർഗമല്ലാത്ത സംഖ്യകൾ ഏതൊക്കെയാണ്? ഒരു ഉദാഹരണം പറയാം. 1.2ന്റെ സ്ക്വയർ 1.2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 1.44.
1.44 എന്ന സംഖ്യ 1.44 എന്ന സംഖ്യ ഒരു വർഗസംഖ്യയാണ്. പക്ഷേ അത് പൂർണ്ണവർഗസംഖ്യയല്ല. ഇറ്റ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ എല്ലാവരും ഓർക്കുക, ഒരു പൂർണ്ണവർഗസംഖ്യ എന്നാൽ എണ്ണൽ സംഖ്യകളുടെ വർഗങ്ങളായി വരുന്ന സംഖ്യകളാണ്. ഓക്കെ, ഇനി ഒരു പൂർണ്ണവർഗസംഖ്യ എങ്ങനെ കണ്ടെത്താം എന്നതാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. സ്ക്രീനിൽ നോക്കൂ. 1 × 1 ഒരൊന്ന് ഒന്നാണ്. 1 × 1 ഈസ് 1. 1 ഈസ് 1 സ്ക്വയർ. ഒന്നിൻ്റെ വർഗം തന്നെയാണ് 1. അടുത്ത നമ്പർ നോക്കൂ. 2 × 2 2 2 4 2 സ്ക്വയർ. 2 square equal to 4 is a perfect number, perfect square number. 3 × 3 equal to 9, which is 3 square. It's also a perfect square number. 4 × 4 equal to 16, which is equal to 4 square, is a perfect square number, etc. 10 × 10 is equal to 100, which is equal to 10 square, is also a perfect square number. അതായത് ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ എപ്പോഴും പൂർണ്ണവർഗ സംഖ്യയായിരിക്കും. മനസ്സിലായോ? സ്ക്രീനിൽ നോക്കൂ. 1 ഉം 3 ഉം കൂട്ടിയാൽ 4 കിട്ടും. 1 എന്നത് ഒരു ഒറ്റ സംഖ്യയാണ്, 3 ഒറ്റ സംഖ്യയാണ്. അവ രണ്ടും കൂട്ടിയാൽ 4 എന്ന രണ്ടാമത്തെ വർഗസംഖ്യ കിട്ടും, പൂർണ്ണവർഗസംഖ്യ കിട്ടും. 2 square is equal to 4. അടുത്തതായി നോക്കൂ. 3 ഉം 6 ഉം കൂട്ടിയാൽ 9 ആണ്. അതിൽ 3 എന്നത് ഒറ്റ സംഖ്യയാണ്, പക്ഷേ 3 എന്നത് രണ്ടാമത്തെ ത്രികോണ സംഖ്യയാണ്. 6 എന്നത് മൂന്നാമത്തെ ത്രികോണ സംഖ്യയാണ്. 3 ഉം 6 ഉം കൂട്ടിയാൽ 9, അതൊരു പൂർണ്ണവർഗ സംഖ്യയാണ്. ഇവിടെ 1 ഉം 3 ഉം ത്രികോണ സംഖ്യകളാണ്, അവയുടെ തുക ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. 1 and 3 are triangular numbers and also they are odd numbers. The sum of these numbers is a perfect square, which is 4. And the next two triangular numbers are 3 and 6. The sum of these two triangular numbers is 9. 9 is a perfect square number. The next triangular numbers are 6 and 10. The sum of these triangular numbers is equal to 16, which is a perfect square. Fourth square, 4 square, fourth square number. And the next two triangular numbers are 10 and 15. The sum of these two numbers is 25, which is also a perfect square number. ഈ ഉദാഹരണങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താൻ കഴിയും? അടുത്തടുത്ത രണ്ട് ത്രികോണ സംഖ്യകളുടെ തുക എപ്പോഴും ഒരു പൂർണ്ണവർഗ സംഖ്യയായിരിക്കും. That is, the sum of two consecutive triangular numbers will be a square number, perfect square number. മനസ്സിലായോ? അടുത്തത് ഒറ്റ സംഖ്യകളും, അതായത് ഓഡ് നമ്പേഴ്സും പൂർണ്ണവർഗ സംഖ്യകളും അഥവാ പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സും തമ്മിലുള്ള ബന്ധമാണ് ഈ സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. 4 എന്ന സംഖ്യ 2ന്റെ രണ്ടാം കൃതിയാണ്. അത് കിട്ടാൻ 1 ഉം 3 ഉം കൂട്ടിയാൽ മതി. 9 എന്ന സംഖ്യ 3ന്റെ രണ്ടാം കൃതിയാണ്. അത് കിട്ടാൻ 4 ഉം 5 ഉം കൂട്ടിയാൽ മതി. അടുത്തടുത്ത രണ്ട് സംഖ്യകളാണ് 4 ഉം 5 ഉം, അല്ലേ? ഇതിനെ വീണ്ടും നമുക്ക് മാറ്റി എഴുതിയാൽ 1 ഉം 3 ഉം 5 ഉം കൂട്ടിയാൽ 9 കിട്ടും. അടുത്തടുത്ത 3, 1 മുതൽ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 9.
അടുത്ത ഭാഗം നോക്കൂ, 16. 16 എന്നത് 4ന്റെ രണ്ടാം കൃതിയാണ്, 4ന്റെ വർഗമാണ്. അത് കിട്ടാൻ 7ഉം 9ഉം കൂട്ടിയാൽ മതി. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1ഉം 3ഉം 5ഉം 7ഉം കൂട്ടിയ രീതിയിൽ എഴുതാൻ കഴിയും. അതായത് 1 മുതൽ തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ തുകയാണ് 4/2, 4 സ്ക്വയർ. 1 മുതൽ തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളായ 1, 3, 5, 7, 9 എന്നിവയുടെ തുകയാണ് 5 സ്ക്വയർ അഥവാ 25. ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? 1 മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക ഒരു പൂർണ്ണവർഗ സംഖ്യയായിരിക്കും. 1 മുതൽ തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ തുക 2ന്റെ സ്ക്വയർ ആയിരിക്കും. 1 മുതൽ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 3ന്റെ സ്ക്വയർ ആയിരിക്കും. 1 മുതൽ 4 തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക 4ന്റെ സ്ക്വയർ ആയിരിക്കും, 16. 1 മുതൽ 5 ഒറ്റ സംഖ്യകളുടെ തുക 5ന്റെ സ്ക്വയർ 25 ആയിരിക്കും. Any square number can be written as the sum of consecutive odd numbers from 1 to that number. From 1 to 3. 1 and 3. The sum of 1 and 3 is 4. The sum of 2 consecutive odd numbers from 1 is equal to 2 square. The sum of 3 consecutive odd numbers is equal to 3 square. Sum of 4 consecutive odd numbers is 4 square. And the sum of 5 consecutive odd numbers from 1 is equal to 5 square. What is the relationship between the number of consecutive odd numbers and their sum? The sum of 2 consecutive odd numbers from 1 is 4. 4 is 2 square, we know that. That is, sum of 2 consecutive odd numbers from 1 is 2 square. The sum of 3 consecutive odd numbers from 1 is 9. That is 3 square. The sum of 4 consecutive odd numbers from 1 is 16, which is equal to 4 square. ഇതേ രീതിയിൽ തുടർച്ചയായി നമുക്ക് എഴുതാൻ കഴിഞ്ഞാൽ സം ഓഫ് 30 consecutive odd numbers from 1 is dash. ഇതിൻ്റെ ഉത്തരം എത്രയായിരിക്കും? 30 സ്ക്വയർ ആയിരിക്കും അല്ലേ? ആദ്യത്തെ 1 മുതൽ തുടർച്ചയായ ആദ്യത്തെ 30 കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സിൻ്റെ സം എന്നാൽ 30ന്റെ സ്ക്വയർ ആയിരിക്കും, 30 സ്ക്വയർ, വിച്ച് ഈസ് ഈക്വൽ ടു 900. ഇത് പൊതുവായി എങ്ങനെ പറയാം? The sum of n consecutive odd numbers from 1 is n square. ഇത്തരത്തിൽ ഏത് ചോദ്യം വന്നാലും നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് ആദ്യത്തെ 24 ഒറ്റ സംഖ്യകളുടെ തുക, 1 മുതൽ തുടർച്ചയായ ആദ്യത്തെ 24 ഒറ്റ സംഖ്യകളുടെ തുക 24 സ്ക്വയർ ആയിരിക്കും. The sum of 24 consecutive odd numbers from 1 is 24 square. ഇനി 24ന് പകരം 485 ആണെങ്കിലോ ആദ്യത്തെ തുടർച്ചയായ 485 ഒറ്റ സംഖ്യകളുടെ തുക 485ന്റെ സ്ക്വയർ ആയിരിക്കും. 485ന്റെ സ്ക്വയർ കണ്ടെത്താൻ നമുക്കറിയാം, 485 × 485 ചെയ്താൽ മതി. The sum of 485 first consecutive odd numbers from 1 is 485 square. ഒന്ന് മുതൽ തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ എണ്ണവും അവയുടെ തുകയും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്. 1 മുതൽ തുടർച്ചയായ n ഒറ്റ സംഖ്യകളുടെ തുക n സ്ക്വയർ ആയിരിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ബന്ധമാണ്, എല്ലാവരും ഓർത്തു വയ്ക്കുക. 1 മുതൽ തുടർച്ചയായ 2 ഒറ്റ സംഖ്യകളുടെ തുക 2 സ്ക്വയർ, 1 മുതൽ തുടർച്ചയായ 3 ഒറ്റ സംഖ്യകളുടെ തുക 3 സ്ക്വയർ,
അങ്ങനെ പോയാൽ 1 മുതൽ തുടർച്ചയായ 30 ഒറ്റ സംഖ്യകളുടെ തുക 30 സ്ക്വയർ. 1 മുതൽ തുടർച്ചയായ 100 ഒറ്റ സംഖ്യകളുടെ തുക 100ന്റെ രണ്ടാം കൃതിയായിരിക്കും. ഇത് USS പരീക്ഷയ്ക്ക് സാധാരണയായി ചോദിക്കാവുന്ന ചോദ്യങ്ങളിൽ ഒരെണ്ണമാണ്. ഇത്രയും ചെറിയ ചോദ്യങ്ങൾ വരില്ല, കുറച്ചുകൂടെ വലിയ ചോദ്യങ്ങളായിരിക്കും. 1 മുതൽ തുടർച്ചയായ 485 ഒറ്റ സംഖ്യകളുടെ തുക എത്രയായിരിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 485ന്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. 485 × 485 കണ്ടെത്തിയാൽ മതി. ഓക്കെ, ഇനി ഈ സ്ലൈഡിൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. സ്ലൈഡിൽ നിന്ന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. 10 സ്ക്വയർ സമം 100. 10ന് 1ന് ശേഷം 1 0, കൃത്യംഗം 2 ആണ്. പവർ ഈസ് 2. ആൻസർ ഈസ് 100. 100ൽ 1ന് ശേഷം 2 zeros. 100 സ്ക്വയർ ഈസ് ഈക്വൽ ടു 10,000. 1ന് ശേഷം 2 0 100ലുള്ളത്. ആൻസറിൽ 4 0 ഉണ്ട്. 1000 സ്ക്വയർ ഈസ് 10 lakh. 1000ന്റെ രണ്ടാം കൃതി 10 ലക്ഷം അല്ലേ? ഇങ്ങനെ തുടർച്ചയായി പോവുകയാണെങ്കിൽ നമ്മുടെ 10ന്റെ ഗുണിതങ്ങളായ സംഖ്യകളായ 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി എന്നിവയുടെ സ്ക്വയർ കണ്ടെത്താൻ 1ന് ശേഷം എത്ര പൂജ്യമുണ്ടോ അതിൻ്റെ ഇരട്ടി പൂജ്യങ്ങൾ 1ന് ശേഷം ചേർത്താൽ മതി. What happens to the number of zeros on squaring? The number of zeros are doubled on squaring. Is 1 lakh a perfect square? ഈ ചോദ്യത്തിന് ഉത്തരം എങ്ങനെ കണ്ടെത്താം? 1 ലക്ഷം എന്നത് ഒരു പൂർണ്ണവർഗ സംഖ്യയാണോ? നമുക്കറിയാം, നേരത്തെ നാം പറഞ്ഞിരിക്കുന്നത് പോലെ 10ന്റെ രണ്ടാം കൃതി 100 ആണ്. 1ന് ശേഷം 2 0. 100ന്റെ രണ്ടാം കൃതിയിൽ 100ന്റെ സ്ക്വയറിൽ 4 0 ആണ് 1ന് ശേഷം. 1000ന്റെ സ്ക്വയറിൽ 6 0 ആണ് 1ന് ശേഷം. 10,000ന്റെ സ്ക്വയറിൽ 8 0 ആണ് 1ന് ശേഷം. അങ്ങനെയാണെങ്കിൽ ഒരു സംഖ്യയിൽ ഒറ്റ എണ്ണം പൂജ്യങ്ങളാണെങ്കിൽ, അതായത് പൂജ്യങ്ങളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവുമോ? ഇല്ല. If the number of zeros in a number after 1 is an odd number of zeros, then it will not be a perfect square. ഒരു സംഖ്യയിൽ 1ന് ശേഷം, സംഖ്യ എന്ന് പറഞ്ഞാൽ 10ന്റെ ഗുണിതങ്ങളായ സംഖ്യകളായിരിക്കണം കേട്ടോ, 1ഉം 0ഉം മാത്രം വരുന്ന സംഖ്യകൾ. അതിൽ 1ന് ശേഷം ഇരട്ട എണ്ണം പൂജ്യങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യ ആയാൽ മാത്രമേ അതൊരു പൂർണ്ണവർഗ സംഖ്യയാവുകയുള്ളൂ. 1ന് ശേഷം വരുന്ന പൂജ്യങ്ങളുടെ എണ്ണം ഒരു ഒറ്റ സംഖ്യയാണെങ്കിൽ അതൊരിക്കലും ഒരു പൂർണ്ണവർഗ സംഖ്യയാവില്ല. അതിന് ആൻസറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ 1 lakh the number of zeros are 5. In a perfect square there should be even number of zeros. So 1 lakh is not a perfect square. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ഔട്ട് ദ സ്ക്വയേഴ്സ് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ്: 30, 400, 7000, 6 × 10⁻25. എങ്ങനെയാണ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കുക? If we multiply a number by the number itself, we will get the square of that number. 30 square is equal to 3 × 10 whole square. That's equal to 3 square × 10 square. 3 square is 9. 10 square is 100. Therefore, 9 × 100, which is equal to 900. Now 400 square can be written as 4 × 100 whole square. That can be written as 4 square × 100 square. 4 square is 16. 16 × 10,000. 100 square is 10,000. Therefore
1,60,000 is the answer. 30ന്റെ സ്ക്വയർ കണ്ടെത്താൻ 3 2 ഇൻറ്റു 10 2 ചെയ്താൽ മതി. 9 ഇൻറ്റു 100 ആയിരിക്കും അത് 900 400ന്റെ രണ്ടാം കൃതി 400ന്റെ വർഗം കണ്ടെത്താൻ ആവശ്യപ്പെട്ടാൽ എന്താ ചെയ്യുക? 4 ഇൻറ്റു 100ന്റെ രണ്ടാം കൃതി കാണുക. അത് 4 സ്ക്വയർ ഇൻറ്റു 100 സ്ക്വയർ ആയിരിക്കും. 4 സ്ക്വയർ 16 ആണ്. 100 സ്ക്വയർ 10,000 ആണ്. അത് 1,60,000 ആയിരിക്കും. ഇത്തരത്തിൽ ഏത് സംഖ്യകളുടെയും വർഗം നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ വർഗം കണ്ടെത്താം. മൂന്നാമത്തെ ചോദ്യം 7,000ന്റെ വർഗം കണ്ടെത്താനായിരുന്നു. 7,000ന്റെ വർഗം കണ്ടെത്താൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ കഴിയും. അത് നിങ്ങൾ സ്വയം ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 6 ഇൻറ്റു 10 കൃതി 25ന്റെ സ്ക്വയർ കണ്ടെത്താനാണ്. വർഗം കണ്ടെത്താൻ. ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് 6 ഇൻറ്റു 10 പവർ 25. ഇതെങ്ങനെ കണ്ടെത്താമെന്ന് നമുക്ക് പരിശോധിക്കാം. 6 ഇൻറ്റു 10 കൃതി 25 ഹോൾ സ്ക്വയർ സമം 6 സ്ക്വയർ ഇൻറ്റു 10 കൃതി 25 ഹോൾ സ്ക്വയർ. 10 കൃതി 25 സ്ക്വയർ എന്നത് നമുക്കറിയാം എക്സ് പവർ എം പവർ എൻ ഈസ് ഈക്വൽ ടു എക്സ് പവർ എം എൻ ആയതിനാൽ 10 കൃതി 25 കൃതി 2 സമം 10 കൃതി 25 ഇൻറ്റു 2 ആയിരിക്കും. 6 സ്ക്വയർ 36 ആണ്. 10 കൃതി 25 ഇൻറ്റു 2 50 ആണ്. അതുകൊണ്ട് ഉത്തരം 36 ഇൻറ്റു 10 കൃതി 50 ആയിരിക്കും. 6 ഇൻറ്റു 10 പവർ 25 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 36 ഇൻറ്റു 10 പവർ 50. നമുക്ക് 10 കൃതി 50 എന്നത് സംഖ്യാരൂപത്തിൽ എഴുതാൻ കുറേ പ്രയാസമുണ്ട്. അതിനാൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ രീതിയിൽ എഴുതിയാൽ മതിയാകും. 36 ഇൻറ്റു 10 പവർ 50. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കൂ. ഫൈൻഡ് ഔട്ട് ദ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എമംഗ് ദീസ് നമ്പേഴ്സ്. താഴെ കൊടുത്തവയിൽ പൂർണ്ണവർഗ സംഖ്യ ഏത്? ഇത്തരത്തിലുള്ള ചോദ്യവും USS പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താവുന്നവയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. 2,500 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 2,500. നിങ്ങൾ 0 ഉൾപ്പെടാത്ത സംഖ്യ നോക്കൂ. 25 ആണ്. 25 ഒരു പൂർണ്ണവർഗ സംഖ്യയാണ്. 25ന് ശേഷം 2 പൂജ്യമാണുള്ളത്. 2 zeros are there. After 25 there are 2 zeros. അപ്പോൾ ഒരു പൂർണ്ണവർഗ സംഖ്യയിൽ ഇരട്ട പൂജ്യങ്ങളാണുള്ളതെങ്കിൽ 2 ഇരട്ട പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ അതൊരു പൂർണ്ണവർഗ സംഖ്യയായിരിക്കും എന്ന് നമുക്കറിയാം. അതേപോലെ 25ഉം പൂർണ്ണവർഗ സംഖ്യയാണ്. അതുകൊണ്ട് 2,500 ഒരു പൂർണ്ണവർഗ സംഖ്യയായിരിക്കും. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കൂ. 36,000. അവിടെ 36 is a perfect square number. 36 എന്നതൊരു പൂർണ്ണവർഗ സംഖ്യയാണ്. പക്ഷേ 36ന് ശേഷം വരുന്നത് 3 പൂജ്യങ്ങളാണ്. 3 പൂജ്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒറ്റ എണ്ണമാണ്. പൂജ്യം എന്നത് ഒറ്റ എണ്ണമാണുള്ളത് അല്ലെ, ഒറ്റ സംഖ്യയാണ് പൂജ്യങ്ങളുടെ എണ്ണം. അതൊരിക്കലും ഒരു പൂർണ്ണവർഗ സംഖ്യ ആവില്ല, നമ്മൾ നേരത്തെ പഠിച്ചു. അതുകൊണ്ട് 36,000 is not a perfect square. അതൊരു പൂർണ്ണവർഗ സംഖ്യയല്ല. അടുത്തത് നോക്കൂ. 1,500. പൂജ്യങ്ങളുടെ എണ്ണം ഇരട്ട സംഖ്യയാണ്, 2 ആണ്. പക്ഷേ 15 എന്നത് ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല. അതുകൊണ്ട് 1,500 ഒരു പൂർണ്ണവർഗ സംഖ്യയല്ല എന്ന് പറയാം. 15 is not a perfect square. There are even number of zeros at the end, but 1,500 is not a perfect square. Next question. 9 into 10 power 7. 9 is a perfect square. We know that. But 10 power 7 is not a perfect square. Why? There are 7 zeros at the end of 1. ഒന്നിന് ശേഷം 7 പൂജ്യങ്ങളാണ് 10 കൃതി 7 എന്നാൽ അത് ഒരിക്കലും ഒരു പൂർണ്ണവർഗ സംഖ്യ ആവില്ല. അതുകൊണ്ട് 9 ഇൻറ്റു 10 കൃതി 7 എന്ന സംഖ്യയും പൂർണ്ണവർഗ സംഖ്യയല്ല. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ. 16 ഇൻറ്റു 10 കൃതി 24. ഇവിടെ 16 എന്ന സംഖ്യയും പൂർണ്ണവർഗ സംഖ്യയാണ്. 10 കൃതി 24ൽ ഒന്നിന് ശേഷം 24 പൂജ്യമാണ് ഉണ്ടാവുക. അതുകൊണ്ട്
10 കൃതി 24 പൂർണ്ണവർഗസംഖ്യയാണ്. രണ്ട് പൂർണ്ണവർഗസംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ പൂർണ്ണവർഗസംഖ്യ തന്നെ കിട്ടും. 16 is a perfect square number. 10 power 24 has 24 zeros after 1. Therefore, these two numbers are perfect square numbers. Therefore, 16 into 10 power 24 is a perfect square number. അപ്പോൾ ഇത്തരത്തിലൊരു ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഉറപ്പായും ഉത്തരം കണ്ടെത്താൻ പറ്റും. ശ്രദ്ധിക്കേണ്ടത് ഇത് മാത്രമാണ്, പൂജ്യങ്ങളുടെ എണ്ണം അവസാനം 0 മാത്രം വരുന്ന സംഖ്യകളാണെങ്കിൽ ആ പൂജ്യങ്ങളുടെ എണ്ണം നോക്കുക. 0 ഉൾപ്പെടാത്ത സംഖ്യ, 0 അല്ലാത്ത, അതായത് എൻഡിങ്ങിൽ 0, അവസാന അക്കങ്ങൾ മാത്രം 0 അല്ലാതെ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. 25, 36, 15, 9, 16 ഇതൊക്കെയാണ് സംഖ്യകൾ. അതിൽ ഏതൊക്കെയാണ് പൂർണ്ണവർഗം എന്ന് നോക്കുക. രണ്ട് ഭാഗത്തും പൂർണ്ണവർഗ സംഖ്യ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംഖ്യ പൂർണ്ണ സംഖ്യയാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ. മനസ്സിലായല്ലോ? ഇനി വർഗസംഖ്യകളുടെ മറ്റൊരു പ്രത്യേകത കൂടി നോക്കാം. 1നെ 1 എന്ന് തന്നെ എഴുതാം. 4 എന്ന സംഖ്യ കിട്ടാൻ 1ഉം 2ഉം 3ഉം കൂട്ടിയാൽ മതി. 1 + 2 + 1 = 4. 1 1 1 2 ആണ് അല്ലെ. 1 2 1 കൂടി കുറഞ്ഞിട്ടാണ് വരുന്നത്. അതാണ് കൂടിയും കുറഞ്ഞും എന്ന ഹെഡിങ് വന്നിരിക്കുന്നത്. 9 എന്നതാണ് അടുത്ത പൂർണ്ണവർഗ സംഖ്യ. ആ സംഖ്യ കിട്ടാൻ 1ഉം 2ഉം 3ഉം 2ഉം 1ഉം കൂട്ടിയാൽ മതി. 1 + 2 + 3 + 2 + 1. 16 is the another next perfect square number. It can be get by 1 + 2 + 3 + 4 + 3 + 2 + 1. ഇവിടെ ഒന്നിന്റെ കാര്യത്തിൽ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 4 എന്ന സംഖ്യ 2ന്റെ രണ്ടാം കൃതിയാണ്. 2² ആണ് 4. 2² = 1 + 2 + 1. 3² = 1 + 2 + 3 + 2 + 1. അതായത് കൂടി നമ്മൾ നടുവിൽ ഇങ്ങനെ സംഖ്യകൾ കൂടി കൂടി പോയിട്ട് നടുവിൽ വരുന്ന സംഖ്യ ഏതാണോ ആ സംഖ്യയുടെ രണ്ടാം കൃതി അല്ലെങ്കിൽ വർഗമാണ് നമുക്ക് ഇവയുടെ തുകയായിട്ട് കിട്ടുന്നത്. 1ഉം 2ഉം 3ഉം 4ഉം 3ഉം 2ഉം 1ഉം കൂട്ടിയാൽ 4ആണ് നടുവിൽ വരുന്ന സംഖ്യ. 4ന്റെ വർഗമാണ് 16. ഇത്തരത്തിൽ വളരെയേറെ പ്രത്യേകതകളുള്ള സംഖ്യകളാണ് സമചതുര സംഖ്യകൾ അഥവാ സ്ക്വയർ നമ്പേഴ്സ്.